ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീൻ മ്യൂട്ടേഷനെ കുറിച്ചാണ്. ജീൻ മ്യൂട്ടേഷൻസ് ആർ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിൽ ഉണ്ടാകുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ് ജീൻ മ്യൂട്ടേഷൻ. ജീൻ മ്യൂട്ടേഷൻ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ഹ്യൂഗോ ഡിവറൈസ് ആണ്. ഫസ്റ്റ് ജീൻ മ്യൂട്ടേഷൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയത് TH മോർഗനാണ്. അതും ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ എന്ന് പറയുന്ന ഫ്ലൈസിലാണ് ജീൻ മ്യൂട്ടേഷൻ്റെ ഫസ്റ്റ് സ്റ്റഡി നടത്തിയത് TH മോർഗൻ. ജീൻ മ്യൂട്ടേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ജീൻ മ്യൂട്ടേഷൻസ് ആർ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ബേസ് സീക്വൻസ് ഓഫ് ഇൻഡിവിജ്വൽ ജീൻസ് ഓർ ജീനോമിക് DNA which may produce allelic alterations in the genotype. Since they occurs at definite site within individual genes, they are also called intragenic mutation or point mutation. ഇൻഡിവിജ്വൽ ജീനിലോ ജീനോമിക് DNA ബേസ് സീക്വൻസിലോ ഉണ്ടാകുന്ന ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ് ജീൻ മ്യൂട്ടേഷൻ. ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനോടൈപ്പിൽ അലീലിക് ഓൾട്ടറേഷൻസ് ഉണ്ടാകുന്നു. ജീൻ മ്യൂട്ടേഷൻ നടക്കുന്നത് ഒരു ഡെഫിനിറ്റ് സൈറ്റ്സിലാണ്, അതായത് ഇൻഡിവിജ്വൽ ജീൻസിൻ്റെ ഡെഫിനിറ്റ് സൈറ്റ്സിലാണ് ജീൻ മ്യൂട്ടേഷൻ നടക്കുന്നത്. ഇതിനെ ഇൻട്രാജനിക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. സ്പോണ്ടേനിയസ് ജീൻ മ്യൂട്ടേഷൻ റിസൾട്ട് ഫ്രം സെവറൽ പ്രോസസ്സ്. ഒരുപാട് പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ടാണ് സ്പോണ്ടേനിയസ് ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ DNA ഡാമേജ് ആകുന്നത് വഴി. സെക്കൻഡ് വൺ ഡിഫക്റ്റീവ് DNA റിപ്പയർ. ലിമിറ്റഡ് നമ്പർ ഓഫ് റെയർ ഹെറിഡിറ്ററി ഡിസീസ് DNA റിപ്പയർ ചെയ്യുന്നതിൽ ഡിഫക്ട്സ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിൽ വെർണർ സിൻഡ്രം, ബ്ലൂം സിൻഡ്രം എല്ലാം എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഫാൾട്ടി DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന എറർ, റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എറർ. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈലി ആക്യുറേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മിസ്റ്റേക്കുകളെല്ലാം ഒക്കേഷണലി മാത്രമേ ഫൗണ്ട് ചെയ്യാറുള്ളൂ. അതും DNA പോളിമറൈസ് ഒരു റോങ് ബേസുമായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ചില സമയത്ത് സീരിയസ് കോൺസിക്വൻസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. അതായത് ക്യാൻസർ പോലുള്ള ഡിസീസ് വരെ ഉണ്ടാവും. ലാസ്റ്റ് വൺ ഇൻസേർഷൻ ഓർ എക്സിഷൻ ഓഫ് ട്രാൻസ്പോസിബിൾ എലമെൻസിൻ്റെ ഇൻസേർഷൻ ഓർ എക്സിഷൻ. നെക്സ്റ്റ് പറയുന്നത് ദ ഫ്രീക്വൻസി ഓഫ് സ്പോണ്ടേനിയസ് ജീൻ മ്യൂട്ടേഷൻ ഇൻക്രീസസ് വിത്ത് സെവറൽ ഫാക്ടേഴ്സ്. സ്പോണ്ടേനിയസ് ജീൻ മ്യൂട്ടേഷൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത് സെവറൽ ഫാക്ടേഴ്സ് വഴിയാണ്. ഫസ്റ്റ് വൺ ഡിഫക്റ്റീവ് DNA റിപ്പയർ സിസ്റ്റം, അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള DNA റിപ്പയർ സിസ്റ്റം ആയിരിക്കും. സെക്കൻഡ് ഡിഫക്റ്റീവ് DNA റെപ്ലിക്കേഷൻ സിസ്റ്റം. തേർഡ് വൺ ഡിഫക്റ്റീവ് DNA പോളിമറൈസസ് ആൻഡ് DNA ലീക്കേസസ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള DNA പോളിമറൈസസും അതുപോലെ തന്നെ DNA ലീക്കേസസും. ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് അബറൻറ്റ് DNA പ്രിക്കോസേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് മ്യൂട്ടോണിനെ കുറിച്ചാണ്. The smallest mutable fragment of the genetic material which serves as the basic unit of gene mutation is called a muton. ജീൻ മ്യൂട്ടേഷൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് സെർവ് ചെയ്യുന്ന അതുപോലെ തന്നെ ജെനറ്റിക് മെറ്റീരിയലിലെ സ്മോളസ്റ്റ് മ്യൂട്ടബിൾ ഫ്രാഗ്മെൻറ്റിനെയാണ് മ്യൂട്ടോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോപ്പി എറർ മെക്കാനിസം. Copy error mechanism is a change in the molecular organization of DNA due to error in DNA replication are commonly called copy error mechanism. DNA replicationൽ ഉണ്ടാകുന്ന എറർ വഴി മോളിക്കുലാർ ഓർഗനൈസേഷൻ ഓഫ് DNAൻ്റെ മോളിക്കുലാർ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കോപ്പി എറർ മെക്കാനിസം. കോപ്പി എറർ മെക്കാനിസം 3 ടൈപ്സ് ആണ്: അഡീഷൻ, ഡിലീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബേസ് പെയർ ഓർ ന്യൂക്ലിയോടൈഡ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് പഠിക്കാനുള്ളത് ജീൻ മ്യൂട്ടേഷനെ കുറിച്ചാണ്. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: ഇൻസേർഷൻ മ്യൂട്ടേഷൻ, ഡിലീഷൻ മ്യൂട്ടേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ജീൻ മ്യൂട്ടേഷൻസ്. Gene mutations are classified under 2 general classes, namely frame shift mutations and base pair substitution mutation. 20% of spontaneous mutations are due to base pair substitution mutation, and most of the remaining ones are frame shift mutation. Firstly, frame shift mutation. Frame shift mutations are the gene mutation which bring about a shift in the reading frame of codons through change in the number and order of nucleotides. They are also called reading frame mutation or sign mutation. ന്യൂക്ലിയോടൈഡ്സിൻ്റെ നമ്പറിലോ ഓർഡേഴ്സിലോ ചേഞ്ചസ് വരുത്തിയിട്ട് കോഡോൺസിൻ്റെ റീഡിംഗ് ഫ്രെയിമിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന് റീഡിംഗ് ഫ്രെയിം മ്യൂട്ടേഷൻ
അല്ലെങ്കിൽ സൈൻ മ്യൂട്ടേഷൻസ് എന്നും പറയുന്നു. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ 2 തരത്തിലുണ്ട്. ഇൻസേർഷൻ മ്യൂട്ടേഷൻസ് ആൻഡ് ഡിലീഷൻ മ്യൂട്ടേഷൻസ്. Insertion mutations involves the addition of one or more extra nucleotides during DNA replication. DNA replication നടക്കുന്ന സമയത്ത് ഒന്നോ അതിലധികമോ എക്സ്ട്രാ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നതാണ് ഇൻസേർഷൻ മ്യൂട്ടേഷൻ. In deletion mutation involves the loss of one or more existing nucleotides during DNA replication or genetic transcription. DNA replication നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജെനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്തോ ഒന്നോ അതിലധികമോ എക്സിസ്റ്റിംഗ് ന്യൂക്ലിയോടൈഡ്സ് ലോസ് ആവുന്നതാണ് ഈ ഡിലീഷൻ മ്യൂട്ടേഷൻസ്. പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആർ നോട്ട് ഫങ്ഷണൽ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻസ് ആർ മോർ deleterious than substitution mutation other than nonsense mutation. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനെയും അതുപോലെ തന്നെ നോൺസെൻസ് മ്യൂട്ടേഷനെയും വെച്ച് നോക്കുമ്പോൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ മോർ ഡിലീറ്റീരിയസ് ആണ്. ദോഷകരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. Substitution mutations are the mutation in which one kind of nitrogenous base of a codon of DNA or mRNA is substituted or replaced by another kind or by a base derivative. Base substitution bring about corresponding alterations in the base pair sequence. This in turn bring about alteration in the codons. Substitution mutations എന്ന് പറയുന്നത് DNA-യിലെയോ mRNA-യിലെയോ കോഡോൺസിലെ നൈട്രോജീനിയസ് ബേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊന്ന് വെച്ച് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബേസ് ഡെറിവേറ്റീവ് വഴി റീപ്ലേസ് ചെയ്യുന്നതാണ് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസ് ബേസ് പെയർ സീക്വൻസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓൾട്ടറേഷൻസ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോഡോൺസിലും ഈ ഓൾട്ടർനേഷൻസ് കാണാം. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് 2 ടൈപ്സ് ഉള്ളത്, നോൺസെൻസ് മ്യൂട്ടേഷൻസും മിസ്സെൻസ് മ്യൂട്ടേഷൻസും. നോൺസെൻസ് മ്യൂട്ടേഷൻസ്. These are the base substitution mutations or frame shift mutations which result in nonsense codons. Nonsense codons will not specify any amino acid but will serve as a translation terminating codons or terminators of protein synthesis. They cause the premature termination of polypeptide chain elongation, so the polypeptide already synthesized will be incomplete. In genetics, a nonsense mutation is a point mutation in a sequence of DNA that result in a premature stop codon or a nonsense codons in the transcribed mRNA and in a truncated, incomplete and usually non-functional protein product. The products of nonsense mutations will be abnormal and non-functional proteins. So, nonsense mutations appears to be much more deleterious than frame shift mutation. നോൺസെൻസ് മ്യൂട്ടേഷൻ്റെ പ്രൊഡക്റ്റ് അബ്നോർമൽ ആൻഡ് നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ നോൺസെൻസ് മ്യൂട്ടേഷൻസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനെ കാട്ടി മോർ ഡിലീറ്റീരിയസ് ആയിരിക്കും. മിസ്സെൻസ് മ്യൂട്ടേഷൻസ്. These are the base substitution mutation in which a codon for a particular amino acid mutates to a different codon for another amino acid. This results in an inactive or unstable product. If the substituted amino acid is similar to the original one, the substitution is called synonymous substitution. If it is chemically different from the original amino acid, the substitution is called non-synonymous substitution. ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിൻ്റെ കോഡോൺസ് ഡിഫറെൻറ്റ് അമിനോ ആസിഡിലെ കോഡോണായിട്ട് മ്യൂട്ടേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനാക്റ്റീവ് ഓർ അൺസ്റ്റേബിൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ് ഒറിജിനൽ അമിനോ ആസിഡായിട്ട് സിമിലർ ആയിരിക്കും. ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനെയാണ് സിനോണിമസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കെമിക്കലി ഇത് ഒറിജിനൽ അമിനോ ആസിഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നോൺ സിനോണിമസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Transitional and transversional substitution. Base pair substitution mutations occurs in 2 ways, namely by transition and transversion. Thus, substitution mutations are of 2 kinds, namely transitional substitution and transversional substitution. In transitional substitution, one kind of purine is replaced by another kind
or one kind of pyrimidine is replaced by another. But in transversional substitution, a purine base is replaced by a pyrimidine base or vice versa. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ രണ്ട് തരത്തിലുണ്ട്. ട്രാൻസിഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്വേർഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ട്രാൻസിഷണൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ വൺ കൈൻഡ് ഓഫ് പ്യൂരിൻ റീപ്ലേസ്ഡ് ബൈ അനദർ കൈൻഡ്, ദാറ്റ് മീൻസ് അഡിനിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഗ്വാനിൻ ഓർ വൈസ് വേഴ്സ, or one kind of pyrimidine is replaced by another, that means thymine is replaced by cytosine or cytosine is replaced by thymine. ട്രാൻസ്വേർഷണൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ പ്യൂരിൻ ബേസ് റീപ്ലേസ്ഡ് ബൈ പിരമിഡിൻ ബേസ്. പ്യൂരിൻ ബേസ് റീപ്ലേസ് ചെയ്യുന്നത് പിരമിഡിൻ ബേസ് വഴിയാണ്, അല്ലെങ്കിൽ വൈസ് വേഴ്സ, തിരിച്ചും അങ്ങനെ തന്നെ. ട്രാൻസിഷണൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ പ്യൂരിൻ പിരമിഡിൻ ഓറിയൻറ്റേഷൻ പ്രിസേർവ്ഡ് ആണ്, എന്നാൽ ട്രാൻസ്വേർഷണൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇത് റിവേഴ്സ്ഡ് ആണ്. ട്രാൻസ്വേർഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്ട്രീംലി റെയർ കേസസ് ആണ്. ഇറ്റ്സ് ജെനറ്റിക് സിഗ്നിഫിക്കൻസ് ഇസ് നോട്ട് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റുഡ്. ട്രാൻസ്വേർഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്ട്രീംലി റെയർ ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ജെനറ്റിക് സിഗ്നിഫിക്കൻസ് ഡെഫിനറ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. Molecular mechanisms of substitution mutations. Spontaneous translational base pair substitutions occurs by three processes, namely tautomerization, ionization, and binding of base analogues. Spontaneous translational base pair substitution നടക്കുന്നത് 3 പ്രോസസ്സ് വഴിയാണ്: tautomerization, ionization, and binding of base analogues. First one, tautomerization. Tautomerism is the phenomenon in which two isomeric forms of a molecule exist in equilibrium. രണ്ട് മോളിക്യൂൾ അതിൻ്റെ ഐസോമറിക് ഫോമിൽ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. In the case of DNA, there occurs a reversible redistribution or shift of electrons and protons or hydrogen atoms in nitrogenous base. It is called tautomeric shift. നൈട്രജൻ ബേസിലെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ടാറ്റോമറിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ടാറ്റോമറിക് ഷിഫ്റ്റ് ഓൾട്ടേഴ്സ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ ബേസ്, മോഡിഫൈ ഇറ്റ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് പവർ ആൻഡ് കോസ് ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ടു എ റെയർ ആൻഡ് അബ്നോർമൽ ഐസോമർ കോൾഡ് ടാറ്റോമർ. ടാറ്റോമറിക് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം നോർമൽ ബേസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നു. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് പവേഴ്സിൽ വേരിയേഷൻസ് വരുന്നു. ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം അത് ഒരു പുതിയ അബ്നോർമൽ ഐസോമർ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമറിനെയാണ് ടാറ്റോമർ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ബേസ് ഫ്രം ഇറ്റ്സ് കോമൺ ഫോം ടു എ ടാറ്റോമറിക് ഫോം ത്രൂ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ടാറ്റോമറൈസേഷൻ. ഒരു നൈട്രജൻ ബേസ് അതിൻ്റെ കോമൺ ഫോമിൽ നിന്നും ടാറ്റോമറിക് ഫോമിലേക്ക് മാറുന്നു. ഇത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് ടാറ്റോമറൈസേഷൻ എന്ന് പറയുന്നത്. ടാറ്റോമറൈസേഷൻ അബ്നോർമലി ഓൾട്ടേഴ്സ് ദ ഹൈഡ്രജൻ ബോണ്ടിങ് റിലേഷൻഷിപ്പ് ഓഫ് ദ ബേസസ്. So, in the tautomeric state, a base loses its power for binding with its usual partner. Consequently, it binds with a different partner and form an unusual base pair called forbidden base pair. ടാറ്റോമറിസം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ് റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുന്നു. അപ്പോൾ നൈട്രജൻ ബേസ് അതിൻ്റെ യൂഷ്വൽ പാർട്ട്ണറായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ട് അത് മറ്റൊരു പാർട്ട്ണറായിട്ട് ബൈൻഡ് ചെയ്ത് അൺയൂഷ്വൽ ബേസ് പെയർ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് ഫോർബിഡൻ ബേസ് പെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടാറ്റോമറിക് ഫോം ഓഫ് അഡിനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ, ടാറ്റോമർ ഓഫ് ഗ്വാനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ, ടാറ്റോമർ ഓഫ് തൈമിൻ പെയേഴ്സ് വിത്ത് ഗ്വാനിൻ ആൻഡ് ടാറ്റോമർ ഓഫ് സൈറ്റോസിൻ പെയേഴ്സ് വിത്ത് അഡിനിൻ. യൂഷ്വലായിട്ട് അഡിനിൻ തൈമിനായിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ടാണ് പെയർ ചെയ്യുന്നത്. എന്നാൽ ടാറ്റോമറിക് ഫോമിൽ അഡിനിൻ സൈറ്റോസിനായിട്ടും ഗ്വാനിൻ തൈമിനായിട്ടും പെയർ ചെയ്യുന്നു. ഹൗ ടാറ്റോമറൈസേഷൻ occur? Tautomerization usually occurs by the transformation of the amino group of adenine and cytosine to imino group. Second one, by the transformation of the keto group of guanine and thymine to enol group. ടോട്ടോമറൈസേഷൻ യൂഷ്വലായിട്ട് നടക്കുന്നത്
അഡിനിൻ്റെയും സൈറ്റോസിൻ്റെയും അമിനോ ഗ്രൂപ്പ് ഇമ്യൂനോ ഗ്രൂപ്പായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴാണ്. അതായത് NH2 ഗ്രൂപ്പ് NH ഗ്രൂപ്പായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഗ്വാനിൻ്റെയും തൈമിൻ്റെയും കീറ്റോ ഗ്രൂപ്പ് ഈനോൾ ഗ്രൂപ്പായിട്ട് മാറുന്നു. അവിടെ കീറ്റോ ഈനോൾ ടാറ്റോമറൈസേഷൻ നടക്കുന്നു. അതായത് C+O COH ഗ്രൂപ്പായിട്ട് മാറുന്നു. DNA-യിൽ അമിനോ ഫോംസ് കീറ്റോ ഫോമുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി. അഡിനിനും സൈറ്റോസിനും അമിനോ ഫോംസാണ്. തൈമിനും ഗ്വാനിനും കീറ്റോ ഫോംസാണ്. അഡിനിൻ തൈമിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു, സൈറ്റോസിൻ ഗ്വാനിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് നോർമൽ പെയറിങ്. എന്നാൽ അമിനോ ഇമ്യൂനോ ടാറ്റോമറൈസേഷൻ നടക്കുമ്പോൾ ഇമ്യൂനോ ടാറ്റോമർ ആയിട്ടുള്ള അഡിനിനും സൈറ്റോസിനും അമിനോ ഫോംസ് ആയിട്ടുള്ള സൈറ്റോസിനെയും അഡിനിനെയും ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതായത് അഡിനിൻ ബൈൻഡ് വിത്ത് സൈറ്റോസിൻ ആൻഡ് സൈറ്റോസിൻ ബൈൻഡ് വിത്ത് അഡിനിൻ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഫോർബിഡൻ പെയറിങ്. സെക്കൻഡ് കേസിൽ കീറ്റോ ഫോംസ് അമിനോ ഫോമുമായിട്ടാണ് നോർമൽ പെയറിങ്ങിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി ബൈൻഡ് ചെയ്യുന്നത്. തൈമിൻ അഡിനിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ഗ്വാനിൻ സൈറ്റോസിനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് നോർമൽ പെയറിങ്. എന്നാൽ ടാറ്റോമറൈസേഷൻ നടക്കുമ്പം ഈനോൾ ടാറ്റോമർ കീറ്റോ ഫോമുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി. ഈനോൾ ടാറ്റോമർ ആയിട്ടുള്ള തൈമിനും ഗ്വാനിനും കീറ്റോ ഫോംസ് ആയിട്ടുള്ള ഗ്വാനിനും തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. തൈമിൻ ഡ്യൂറിങ് DNA replication, ടാറ്റോമറിക് bases may introduce mutations through copy error mechanism. However, forbidden base pairs are not stable, so tatomers can revert to their normal form and pair with their normal partners during next replication. This subsequently result in the substitution of base pairs. Thus, adenine-thymine pair gets substituted by cytosine-guanine pair, and guanine-cytosine pair gets substituted by adenine-thymine pair. DNA റെപ്ലിക്കേഷൻ നടന്ന സമയത്ത് ടാറ്റോമറിക് ബേസ് പെയർ മ്യൂട്ടേഷന് വിധേയമാകുന്നുണ്ട്. അവിടെ ഒരു കോപ്പി എറർ മെക്കാനിസം കാണാൻ സാധിക്കും. ഫോർബിഡൻ ബേസ് പെയേഴ്സ് സ്റ്റേബിൾ ആയിരിക്കില്ല. ഫസ്റ്റ് റെപ്ലിക്കേഷൻ കഴിഞ്ഞ് സെക്കൻഡ് റെപ്ലിക്കേഷനിൽ ഇവർ നോർമൽ പാർട്ട്ണറായിട്ട് ടാറ്റോമേഴ്സ് നോർമൽ പാർട്ട്ണറായിട്ട് കമ്പൈൻ ചെയ്ത് പഴയതുപോലെ യൂഷ്വൽ പാർട്ട്ണറായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഇമേജ് കാണിച്ചിട്ടുള്ളത്, എങ്ങനെയാണത് കമ്പൈൻ ചെയ്ത് നോർമൽ പാർട്ട്ണറായിട്ട് മാറുന്നത് എന്നുള്ളത്. ഫസ്റ്റ് അഡിനിൻ സൈറ്റോസിനായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് റെപ്ലിക്കേഷൻ നടന്നിട്ട് അഡിനിൻ തൈമിനായിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ടും കമ്പൈൻ ചെയ്യുന്നു. Suppose A has become tatomeric in a polynucleated chain of DNA, then the complementary chain synthesized during replication will have C instead of T. During the next replication, this C will pair with G. Thus, the original A-T pair gets substituted by CG pair. If C has become tatomeric in a polynucleated chain, it would pair with the A of the new companion strand during replication. During the next replication, this A would pair with the T of the new strand, so the original CG pair gets substituted by AT pair. സപ്പോസ് DNA പോളിന്യൂക്ലിയേറ്റഡ് ചെയിനിൽ എയിലാണ് ടോട്ടോമറിസം സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ചെയിനിൽ ടിക്ക് പകരം സി ആയിരിക്കും എയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് സി ജിയുമായിട്ട് പെയർ ചെയ്യുന്നു. അത് ഒരു യൂഷ്വൽ പെയറിങ് തന്നെയാണ്. ഒറിജിനലായിട്ട് AT പെയർ ചെയ്യേണ്ട സ്ഥാനത്ത് CG പെയറിംഗ് ആണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സിക്കാണ് DNA പോളിന്യൂക്ലിയേറ്റഡ് ചെയിനിൽ സിയിലാണ് ടോട്ടോമറിസം സംഭവിച്ചതെങ്കിൽ സി എയുമായിട്ട് പെയർ ചെയ്യുന്നു. സി ജിയുമായിട്ടാണോ യൂഷ്വലായിട്ട് പെയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്ഥാനത്ത് സി എയുമായിട്ട് പെയർ ചെയ്യുന്നു. എന്നിട്ട് റെപ്ലിക്കേഷൻ നടന്നതിന് ശേഷം സി ജി ആയിട്ട് പെയർ ചെയ്യുന്നു. ഒറിജിനലായിട്ട് വേണ്ടത് AT പെയറിംഗ് ആയിരുന്നു, എന്നാൽ അവിടെ നടക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് CG പെയറിംഗ് നടക്കുന്നു. അതാണ് ഈ ഇമേജ് കാണിച്ചിട്ടുള്ളത്.
Ionization. Ionization of bases during DNA replication may also introduce transitional base pair substitution. Ionization involves the loss of hydrogen atom from the base. Such ionized bases enter into forbidden base pairing during DNA replication. This in turn leads to a base pair substitution during the nested replication, exactly as in tautomerization. Last one, binding of base analogues. Binding of base analogues is yet another mechanism of transitional base pair substitution. ട്രാൻസിഷണൽ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു മെക്കാനിസമാണ് ബൈൻഡിങ് ഓഫ് ബേസ് ആനലോഗീസ്. ബേസ് ആനലോഗീസ് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് നോർമൽ ബേസസ്. നോർമൽ ബേസസിൻ്റെ ഒരു ഡെറിവേറ്റീവ്സ് ആണ് ബേസ് ആനലോഗീസ്. ദെയർ മോളിക്കുലർ സ്ട്രക്ചർ മേ ബി സിമിലർ ടു ദാറ്റ് ഓഫ് ദെയർ നോർമൽ കൗണ്ടർ പാർട്സ്. നോർമൽ കൗണ്ടർ പാർട്സിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയിരിക്കും ബേസ് ആനലോഗീസിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ. സോ ദേ സംടൈം റീപ്ലേസ് ദ normal bases in DNA, eventually leading to base pair substitution. അതുകൊണ്ട് ചില സമയങ്ങളിൽ DNA നോർമൽ ബേസസ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറുണ്ട്. 5-methyl cytosine, 5-hydroxymethyl cytosine, 5-hydroxymethyl uracil, etc. are naturally occurring base analogues. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ബേസ് ആനലോഗീസിന് എക്സാമ്പിൾസ് ആണ് 5-methyl cytosine, 5-hydroxymethyl cytosine, 5-hydroxymethyl uracil, etc. Artificially synthesized base analogues include 5-bromouracil, 5-iodouracil, 2-bromocytosine, 5-methyl cytosine, etc. The first two are the structural analogues of thymine and the last two are the analogues of cytosine. 5-bromouracil and 5-iodouracil are the structural analogues of thymine. Thymine structural analogues ആണ്. 2-bromocytosine and 5-methyl cytosine are the structural analogues of cytosine. Cytosine structural analogues ആണ്. The presence of base analogues in the medium during DNA replication in all probability will lead to transitional base pair substitution. For example, if 5-Bu is added to the medium, it gets incorporated with the new strand in place of thymine. It may be either in normal keto form or in the ionized enol form. The normal keto form pairs with A and the enol form with G. Enol form is unstable, so during the nested replication, it reverts the keto form and binds with A. In the subsequent replication, this A will pair with T as usual. Thus, the original G-C pair gets substituted by A-T pair. DNA replication നടക്കുന്ന സമയത്ത് ബേസ് ആനലോഗീസിൻ്റെ പ്രസൻസ്, മീഡിയത്തിൽ ബേസ് ആനലോഗീസിൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ ട്രാൻസിഷണൽ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5-Bu ഈസ് ആഡഡ് ടു ദ മീഡിയം. 5-Bu എന്ന് വെച്ചാൽ ബ്രോമോയുറാസിൽ, 5-bromouracil ഈസ് ആഡഡ് ടു ദ മീഡിയം. ഇറ്റ് ഗെറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ ന്യൂ സ്ട്രാൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് തൈമിൻ. തൈമിൻ്റെ സ്ഥാനത്ത് 5-Bu ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് മേ ബി എയ്തർ ഇൻ ദ നോർമൽ കീറ്റോ ഫോം ഓർ ഇൻ ദ അയണൈസ്ഡ് ഈനോൾ ഫോം. ഇത് ഒന്നുകിൽ നോർമൽ കീറ്റോ ഫോമിലോ അല്ലെങ്കിൽ അയണൈസ്ഡ് ഈനോൾ ഫോമിലോ നിൽക്കും. The normal keto form pairs with A and the enol form pairs with G. നോർമൽ കീറ്റോ ഫോം പെയർ ചെയ്യുന്നത് എ ആയിട്ടാണ്, എന്നാൽ ഈനോൾ ഫോം പെയർ ചെയ്യുന്നത് ജി ആയിട്ടാണ്. ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. സോ ഡ്യൂറിങ് നെക്സ്റ്റ് റെപ്ലിക്കേഷൻ ഇറ്റ് റിവേഴ്സ് ദ കീറ്റോ ഫോം ആൻഡ് ബൈൻഡ് വിത്ത് എ. അടുത്ത റെപ്ലിക്കേഷനിൽ കീറ്റോ ഫോംസ് എയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇൻ ദ സബ്സിക്വൻറ്റ് റെപ്ലിക്കേഷൻ ദിസ് എ വിൽ പെയർ വിത്ത് ടി ആസ് യൂഷ്വൽ. അടുത്ത തേർഡ് റെപ്ലിക്കേഷനിൽ എ പെയർ ചെയ്യുന്നത് ടി ആയിട്ട്, യൂഷ്വലായിട്ട് അഡിനിൻ തൈമിൻ പെയറിങ് നടക്കുന്നു. ദസ് ദ ഒറിജിനൽ GC പെയർ ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ AT പെയർ. ഒറിജിനലായിട്ടുള്ള GC പെയറിന് സ്ഥാനത്ത് AT പെയർ, അതായത് അഡിനിൻ തൈമിൻ പെയറിങ് നടക്കുന്നു.
Effect of gene mutation. The primary effect of gene mutation is an alteration in the amino acid sequence of the polypeptide chain or protein molecule. Since the polypeptide is synthesized via mRNA template, the following sequence of events occurs in gene mutation. One mutated gene, one mutated mRNA, one mutated polypeptide chain. ജീൻ മ്യൂട്ടേഷൻ്റെ പ്രൈമറി എഫക്റ്റ് ഉണ്ടാകുന്നത് പോളിപെപ്റ്റൈഡ് ചെയിന് അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ അമിനോ ആസിഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന ഓൾട്ടേഷൻസ് ആണ്. എ സിംഗിൾ സൈറ്റ് ജീൻ മ്യൂട്ടേഷൻ കോസസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ അമിനോ ആസിഡ് ഇൻ ദ പെപ്റ്റൈഡ് ചെയിൻ. പെപ്റ്റൈഡ് ചെയിനിലെ അമിനോ ആസിഡിലുണ്ടാകുന്ന സബ്സ്റ്റിറ്റ്യൂഷന് കാരണം സിംഗിൾ സൈറ്റ് ജീൻ മ്യൂട്ടേഷൻസ് ആണ്. Mutational changes in the nucleotide sequence of DNA and those in the amino acid sequence of the polypeptide chain are thus collinear or closely corresponding. DNA ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷണൽ ചേഞ്ചസും പോളിപെപ്റ്റൈഡ് ചെയിനിലെ അമിനോ ആസിഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷണൽ ചേഞ്ചസും ക്ലോസ്ലി കറസ്പോണ്ടിങ് ആണ്. The immediate effect of a mutational change in an enzymatic protein is the loss of a particular metabolic step catalyzed by that enzyme. This results in a complete or partial genetic block. Gene mutation may affect enzymes qualitatively and quantitatively. Quantitative changes may result either in the reduced production of a particular enzyme or in its total non-production. Qualitative changes result in structurally and functionally altered enzymes. In extreme cases, the catalytic properties of an enzyme may be completely lost by gene mutation. ജീൻ മ്യൂട്ടേഷൻ എൻസൈംസിനെ ക്വാണ്ടിറ്റേറ്റീവ്ലിയും ക്വാളിറ്റേറ്റീവ്ലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോൺ പ്രൊഡക്ഷൻ. ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് റിസൾട്ട് ചെയ്യുന്നതാണ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഓൾട്ടേർഡ് എൻസൈമിൽ സ്ട്രക്ചറലി ഫങ്ഷണലി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എക്സ്ട്രീം കേസസിൽ കാറ്റലിക് പ്രോപ്പർട്ടി ഓഫ് എൻസൈം മേ ബി കംപ്ലീറ്റ്ലി ലോസ്ഡ് ബൈ ജീൻ മ്യൂട്ടേഷൻ. എൻസൈംസിൻ്റെ കാറ്റലിക് പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ആയിട്ട് ലോസ്റ്റ് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു ജീൻ മ്യൂട്ടേഷൻ വഴി. The primary effect of a gene mutation is followed by several secondary events. These in turn ultimately result in altered phenotype, which in most cases is recessive. Thank you for watching my video.